എല്ലാവർക്കും നമസ്കാരം. ശുക്രനക്ഷത്ര ജാതകർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 9 നാളുകാരാണ് ശുക്രനക്ഷത്രക്കാർ. ഈ നാളുകാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ശുക്രനക്ഷത്ര ജാതകരാകാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാകാം ശുക്രനക്ഷത്രക്കാർ. ഈ പറയുന്ന പ്രത്യേകതകൾ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ശുക്രനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഐശ്വര്യമാണ്. നിങ്ങളുടെ വീട്ടിലും കാണും ശുക്രനക്ഷത്ര ജാതകർ ആരെങ്കിലും ഒരാൾ. ആരാണ് ഈ ശുക്രനക്ഷത്ര ജാതകർ? 9 നക്ഷത്ര ജാതകരാണ് ശുക്രനക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർ കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഏതൊരു വീട്ടിൻ്റെയും ഐശ്വര്യവുമാണ്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ശുക്രനക്ഷത്ര ജാതകരെ അറിയാം. അശ്വതി, രോഹിണി, മകം, പൂയം, പൂരം, ചിത്തിര, ഉത്രാടം, തിരുവോണം, രേവതി. ഒന്നുകൂടെ പറയാം. അശ്വതി, രോഹിണി, മകം, പൂയം, പൂരം, ചിത്തിര, ഉത്രാടം, തിരുവോണം, രേവതി. ഈ നക്ഷത്ര ജാതകരാണ് ശുക്രനക്ഷത്ര ജാതകർ. ആരുടെ മുന്നിലും തല കുനിക്കാൻ മടി കാണിക്കാത്തവരാണ് ഈ നക്ഷത്ര ജാതകർ. ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാർ. എല്ലാ കാര്യങ്ങളും ഓർത്തുവെച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാർ. സഹനശക്തി കുറവായവർ. ഇവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ ചെയ്യാൻ അവസരം ഇവർക്ക് ധാരാളം വന്നു ചേരും. കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവർ. കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി എന്ത് കാര്യവും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകർ. സൗമ്യ സ്വഭാവത്തോടു കൂടിയവരും നിരുപദ്രവകാരികളുമായിരിക്കും ഇവർ. ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ ദൈനംദിന കാര്യങ്ങളിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ തളർത്തിക്കളയുന്നു. ഒന്ന് മനസ്സ് വിഷമിച്ചാൽ പിന്നെ വീണ്ടും അതേ പടിയിലെത്താൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ നക്ഷത്ര ജാതകർക്ക്. കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ. നല്ല ഗതിയിലായിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചു. തനിക്കൊരു ആപത്ത് വന്നാൽ തന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടാകില്ല. അതായത് ഇവരുടെ നല്ല കാലത്ത് പലരും ഒപ്പമുണ്ടാകും. അല്പം മോശ സമയമാണ് എങ്കിൽ ഇവരെ തിരിഞ്ഞു നോക്കാൻ ഈ അശ്വതിയായാലും തിരുവോണത്തിനെയായാലും പൂരത്തിനെയായാലും പൂയത്തിനെയായാലും ചിത്തിരയായാലും ഉത്രാടമാണെങ്കിലും രേവതിയാണെങ്കിലും രോഹിണിയാണെങ്കിലും മഖമാണെങ്കിലും ഇവരെ തിരിഞ്ഞു നോക്കാൻ ഒരു ബന്ധുക്കളും കാണില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. ഇവർ അവസരങ്ങൾക്കായി കാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. പകരം അവർ അവസരങ്ങൾ തേടുന്നവരായിരിക്കും. അങ്ങനെ വലിയ വലിയ അവസരങ്ങളിൽ ഇവർ ചെന്നുപെട്ടിട്ടുണ്ടാകാം. ഒരുപാട് ഉന്നതിയിൽ എത്തിയിട്ടുണ്ടാവാം. ആ സമയത്ത് ഇവർ പലരെയും സഹായിച്ചിട്ടുണ്ടാവാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക്, ഈ 9 നക്ഷത്ര ജാതകർക്ക് ശരിയാണ് എങ്കിൽ ശരി എന്നൊന്ന് പറഞ്ഞേക്കുക. അതല്ല നിങ്ങളുടെ കാര്യത്തിൽ ഇതൊന്നും ശരിയായിട്ടില്ല എങ്കിൽ അങ്ങനെ തുറന്നു പറഞ്ഞേക്കുക. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്ന്. കുടുംബത്തിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് ഏറ്റവും അവസാനം കരിയേപ്പല പോലെ വലിച്ചെറിയുന്ന ജന്മമായിരിക്കും ഈ നക്ഷത്ര ജാതകരുടേത്. ഞാൻ തുറന്നു തന്നെ പറയാം. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് തുറന്ന് എഴുതിയേക്കുക. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടും, എല്ലാവർക്കും വേണ്ടി ജീവിക്കും. എന്നാൽ ജീവിതാവസാനം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഇവരുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരെയും സഹായിച്ചിട്ടുണ്ടാകാം. തൻ്റെ സമയവും തൻ്റെ വിലപ്പെട്ട ധനവും ഒക്കെയും മറ്റുള്ളവർക്ക് സമർപ്പിച്ചിട്ട് ഏറ്റവും അവസാനം മറ്റുള്ളവർക്ക് സമയമില്ലാതെയാകും തങ്ങൾക്കു വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിനു വേണ്ടി ജീവിച്ച് എരിഞ്ഞിടങ്ങുന്ന ഒരു ജന്മമാകും ഇവരുടേത്. കുടുംബത്തിനു വേണ്ടി, സഹോദരങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും. പക്ഷെ ഒടുവിൽ കിട്ടുന്നതോ പഴിയും പരിഭവവും മാത്രമാകും. എല്ലാവർക്കും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകരിൽ അധികവും. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയേറെ ആത്മാർത്ഥതയുള്ളവരാണ് ഇവർ.
നിസ്സാര കാര്യത്തിന് പോലും വിഷമിക്കുന്നവർ. ഒരു ചെറിയ വിഷമം തട്ടിയാൽ മതി മനസ്സൊന്നു വേദനിക്കാൻ. പിന്നെ പെട്ടെന്നൊന്നും ഇവർക്ക് കരകയറാൻ പറ്റില്ല. അതും ചിന്തിച്ച് ഇങ്ങനെ നീക്കും. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണുന്ന പതിവ് ഇവർക്കുണ്ട്. താൻ ഏകനായിരിക്കുമ്പോൾ പല പല സ്വപ്നങ്ങളും ഇവർ കാണും. ഇടയ്ക്കിടയ്ക്ക് എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരിൽ അധികവും. കൊച്ചു കാര്യങ്ങളിൽ പോലും വളരെയേറെ സന്തോഷം അനുഭവിക്കുന്നവർ. എന്നാൽ കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നവരും ഇവർ തന്നെയാകും. ഈശ്വരവിശ്വാസികളാവും ഇവർ. ക്ഷേത്രദർശനം നടത്തും, വഴിപാടുകൾ നടത്തും. പക്ഷെ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് തന്നെ തോന്നും ഈശ്വര സാന്നിധ്യം എവിടെയെന്ന്. എങ്കിലും ഈശ്വര സാന്നിധ്യം ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രജാതകർ പലപ്പോഴും രക്ഷപ്പെടുന്നത്. ഇവർക്ക് ഒരു സ്വപ്നലോകമുണ്ട്. ആ സ്വപ്നലോകത്ത് ജീവിക്കാനാണ് ഇവർ എപ്പോഴും ഏകനായിരിക്കുന്നത്. ഏകനായി ഇരുന്ന് ചിന്തിക്കും ഈ നക്ഷത്രജാതകർ. ചിന്തകൾ എപ്പോഴും ഉണ്ടാകും. ഒരാളെ വെറുത്താൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഈ നക്ഷത്രജാതകർ. ആത്മാർത്ഥതയുള്ളവരാണ്, സ്നേഹസമ്പന്നരാണ്. പക്ഷെ തനിക്കെതിരെ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് തിരിഞ്ഞാൽ പിന്നെ അവനെ പിന്നെ വേണ്ട. വെറുത്താൽ പിന്നെ ഒരിക്കലും ആ ഭാഗത്തേക്ക് ഇവർ ഉണ്ടാകില്ല. ഓം നമഃ ശിവായ ജപിക്കുക. ഇവർ ഓം നമഃ ശിവായ ജപിക്കുക. വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ 9 നക്ഷത്രജാതകരും ഓം നമഃ ശിവായ ജപിക്കുക. സത്യസന്ധരാണ്, സ്നേഹസമ്പന്നരാണ്. ഇതൊക്കെ പറഞ്ഞാലും ഇവർക്ക് ശുക്രൻ മോശ സ്ഥാനത്താണെങ്കിൽ ഈ നക്ഷത്രജാതകർ ക്രൂരനും മോശ സ്വഭാവമുള്ളവരുമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. വെറുത്തു കഴിഞ്ഞാൽ ഏത് കാലത്തും ഇവർ കൂടെയുണ്ടാകില്ല. എന്നാൽ സ്നേഹസമ്പന്നമായി നിന്നാൽ ഈ നക്ഷത്രജാതകർ എപ്പോഴും ഇവരുടെ കൂടെയുണ്ടാകും. എത്ര വലിയ ബുദ്ധിമുട്ടിലും ഇവർ ഒപ്പമുണ്ടാകും. ചതിവുകളും അമളികളും ഇവരുടെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ഇവർക്ക് സംഭവിച്ചിട്ടുള്ളൂ. ചതിവുകൾ, അമളികൾ, പല കാര്യത്തിലും ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നുമൊക്കെ ഇവർക്ക് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുണ്ട്. ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരാണിവർ. തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി ഇവർ കഴിവതും ഒഴിവാക്കുക. വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല ഇവർ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നത്. ഇവരുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ വന്നു ചേരേണ്ട സമയം കൂടിയാണ് ഈ ഒരു സമയം. ആത്മാർത്ഥമായി വിചാരിച്ചാൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അവരിൽ നിന്നുമൊക്കെ തിരിച്ചടികൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ഥാനത്തേക്ക് വീണ്ടും എത്തിപ്പെടുവാൻ ഇവർക്ക് കഴിയും. പക്ഷെ വളരെ ആലോചിച്ചു മാത്രമേ ഇവർ വീണ്ടും അത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്തുകയുള്ളൂ. സ്വന്തമായി വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ച് പാതി വഴിയിലൊക്കെ നിന്നിരുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയെത്തും. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ലവർ. പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. ഉറപ്പാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്.